ഹായ് ഹായ് ഫ്രണ്ട്സ്, ഭയം ഭക്തി ബഹുമാനം ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ പോയി കാണാം. സിനിമ ഡയറക്ടർ ചെയ്യുന്നത് ധനഞ്ജയ് ശങ്കർ അല്ലേ? അപ്പൊ നമ്മുടെ ദിലീപിന്റെ എന്താ പറയാ, ദിലീപേട്ടന് ഏറ്റവും കൂടുതൽ മൈലേജ് ഇടാൻ ചാൻസ് ഉള്ള ഒരു സിനിമയായിരിക്കും. കാരണം നമ്മൾ അതിന്റെ ആ ഒരു വേർഡിക്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തീരുമാനിച്ചാണ് ഈ സിനിമയ്ക്ക് എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും എന്നുള്ളതായിരുന്നു. എന്തായാലും ട്രെയിലർ ആകുമ്പോൾ മനസ്സിലാവും. നമ്മുടെ കൂടെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ബാക്കിയിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരും കൂടുന്നുണ്ട് നമ്മുടെ. അപ്പൊ നമ്മുടെ ദിലീപ് കുറ്റവിമുക്തനായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയം 18-ാം തീയതി സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ്. സിനിമയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ ക്യാമിയോ റോളിൽ. അപ്പൊ ഈ ട്രെയിലറിനകത്ത് ലാലേട്ടനെ കാണിക്കുവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ അല്ലേ? അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രെയിലർ ഒന്ന് കണ്ടാലോ? കാരണം 1 മിനിറ്റ് 49 സെക്കൻഡ് ആണ് ട്രെയിലർ. അപ്പൊ ട്രെയിലറിലേക്ക് പോവാം. നമസ്കാരം. ഗോകുലം മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. ആ, അത് കറക്റ്റാ. നമ്മളൊരാളോട് തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയപ്പോൾ I will take you to the miraculous universe of the most wanted person you are searching for. വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതായത് സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുളിക്കണം. ഓ, അറിഞ്ഞുകൂട്ടി എഴുതിക്കാന്ന്. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർട്ടനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സത്യം താൻ കടമയെ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ വരുന്നടാ. റിയൽ ഗോഡെത്തി. ഡിസംബർ 18 ഷാൻ റഹ്മാൻ മ്യൂസിക്. അയ്യോ, ഓക്കെ. അപ്പം ഈ ട്രെയിലറെ ഇതിനകത്ത് ചില ഡയലോഗൊക്കെ ശ്രദ്ധിച്ച കരുതി കൂട്ടി വെച്ചിരിക്കുന്ന ഒരു സാധനം പോലെ. കരുതി കൂട്ടി വെച്ചിരിക്കുന്ന മറ്റേ നമ്മൾ പ്രതീക്ഷിക്കുന്ന കമ്പാക്ക് വേർഡിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ സാധനം ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുക. അതാണ് ഇവർ 18 മുൻകൂട്ടി ദിലീപിന് അറിയാനും തോന്നല്ലോ ഇപ്പൊ ഇതിനകത്ത് ഈ അതുകൊണ്ടായിരിക്കും 18-ാം തീയതി റിയാക്ഷൻ. എന്നാലും ട്രെയിലർ നല്ല പൊളിയായിട്ടുണ്ടല്ലേ? അതിനകത്ത് എടുത്തു പറയേണ്ട ലാലേട്ടന്റെ ആ ഒരു ലാലേട്ടനും പിന്നെ നമ്മുടെ സലീം കുമാർ, മുകുന്ദനുണ്ണി, നമ്മുടെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, വലിയൊരു കാസ്റ്റിംഗ് ആണ് സിനിമ. അത്യാവശ്യം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബിജിഎം ഒക്കെ നല്ല. എനിക്കൊന്ന് നമ്മുടെ ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ ആ സാധനമായിരിക്കും. കാരണം നമ്മുടെ രാംലീല ഒരു സാധനം ഇറക്കിയില്ലേ? എനിക്ക് തോന്നുന്നു അതിന്റെ ചെറിയ സീനൊക്കെ കാണുമ്പോഴത്തേക്ക് രാമലീലയുടെ ഒരു ടച്ച് ഒക്കെ വരുന്നു. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? എന്താ തോന്നിയടാ ആ ഒരു സിനിമയുടെ ഒരു 18-ാം തീയതി കേരള അല്ല പാൻ ഇന്ത്യ കത്തും. അത് കത്തിക്കും. അതാണ് കാരണം ശരിക്കും സത്യം. കാരണം നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട് ദിലീപേട്ടന്റെ ഒരു സംഭവത്തിൽ. എപ്പോഴും ഒരു പൊളിറ്റിക്കൽ സംഭവം വരും, അതിൽ നിന്ന് എപ്പോഴും വിവാദം ഉണ്ടാവും ചെയ്യും. ദിലീപേട്ടന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പടം കൂടിയാണ്. എനിക്ക് ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ദിലീപേട്ടന്റെ പടം എന്നുപരി എനിക്കിത് ലാലേട്ടന്റെ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ട്രെയിലർ ട്രെയിലറിൽ ലാലേട്ടനെ കാണിച്ചപ്പോ ഈ കൂടെ ഇരുന്നവർക്ക് എല്ലാവർക്കും രോമാഞ്ചം വന്നു. ശരിക്കും പറഞ്ഞാലേ നല്ല പിള്ളേരെ കിട്ടുകയാണെങ്കിൽ അവരത് നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്യും. ലാലേട്ടൻ എനിക്കൊന്ന് ആ പുള്ളിയുടെ ഒരു ഇൻട്രോ കാണിക്കുന്ന സിനല്ല, കാല് ചവിട്ടുന്ന ആ ഒരു സംഭവം, ബൈക്കിൽ വരുന്ന സാധനം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് കറക്റ്റ് ടൈമിനാണ് ഈ സിനിമ റിലീസിനായിട്ട് എത്തുന്നത് തന്നെ. അതെ, കറക്റ്റ് ടൈമാണ്. അതിന്റെ ചില ഡയലോഗുകളും വളരെ പ്രധാനപ്പെട്ട ഡയലോഗ്, പലർക്കും കൊള്ളുന്ന രീതിയിലുള്ള ചില ഡയലോഗുകൾ ഈ സാധനത്തിനകത്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ടെക്നിക്കൽ സൈഡ് എല്ലാം പക്കയാണ്. എനിക്ക് തോന്നുന്നു ഷാൻ റഹ്മാൻ മ്യൂസിക് ഉണ്ട്, നല്ല ഡയറക്ഷൻ ഉണ്ട്, കൊറിയോഗ്രാഫി നല്ലതായിരിക്കണം, ഗോകുലം മൂവീസ് ആണ്, പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും പടത്തിന് നല്ലൊരു ഓൾറെഡി ഒരു വൈബ് ഉണ്ട്. കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷ തോന്നുന്നു.
ട്രെയിലർ കണ്ടപ്പോൾ. എന്തായാലും ട്രെയിലർ നൈസായിട്ട് അത് ട്രെയിലർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 18-ാം തീയതി സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. പടം ലാലേട്ടന്റെയും ദിലീപേട്ടന്റെയും ശ്രീനിവാസന്റെയും ധ്യാൻ ശ്രീനിവാസന്റെയും എല്ലാവരുടെയും ഒരു അഴിഞ്ഞാട്ടമാകാം. ഉറപ്പായിട്ടും ഇങ്ങനെ തന്നെ വരട്ടെ. സിനിമ കണ്ടിട്ട് റിവ്യൂ പറയുമ്പോഴും ഈ ആവേശത്തോടെ പറയാൻ. അപ്പൊ ഓക്കെ.